സൗദി ഏറെ പ്രതീക്ഷയുടെ കാത്തിരുന്ന ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നല്ലോ നിയോം പ്രൊജക്ട്. എന്നാൽ ഇതിപ്പോൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെയ്തിരുന്നു ഞാൻ. ലോകം മൊത്തം കൊട്ടി ആഘോഷിച്ച നിയോം പദ്ധതിയെക്കുറിച്ച് അല്ലെ, അതുപോലെ തന്നെ സൗദിയുടെ വിഷൻ 2030ന്റെയും നേട്ടങ്ങളെക്കുറിച്ച്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മുഹമ്മദ് ബിൻ സൽമാന്റെ ഭരണ പരിഷ്കരണങ്ങളെല്ലാം ഉണ്ടായത്. എന്നാൽ നിയോ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ലൈൻ പ്രൊജക്റ്റിൽ 2030 ആകുമ്പോഴേക്കും സൗദി പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ സൗദി കാണിച്ച ഒരു മണ്ടത്തരം തന്നെയാണ് എന്ന് തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ അവിടെ ഓയിലിന്റെ പ്രൊഡക്ഷൻ കുറച്ചു. ഇത് ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് കമ്പനികളെ സാരമായിട്ട് ബാധിച്ചു എന്ന് തന്നെ പറയാം. ഇവരിപ്പോ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സൗദിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തതെന്ന്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ. ഈ നിയോ പ്രൊജക്റ്റിൽ കാര്യമായിട്ടൊന്നും ഇതുവരെ നടന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകണമെങ്കിൽ പണം വേണ്ടേ? അതിനു വേണ്ടിയാണ് സൗദിയുടെ കാടൻ നിയമങ്ങളെല്ലാം കുറെ എടുത്തു കളഞ്ഞത്. പക്ഷേ മറ്റു രാജ്യങ്ങൾ ഉള്ള ഇൻവെസ്റ്റേഴ്സ് പറയുന്നത് പൂർണ്ണമായിട്ടും സൗദിയിൽ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ അവരെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവൂ എന്നുള്ളതാണ്. മാറ്റങ്ങൾ മെല്ലെ മെല്ലെ കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല, അത് വിസിബിൾ ആകണം എന്നാണ് അവർ പറയുന്നത്. ഇത് സൗദിയെ വലിയ രീതിയിലൊരു അടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രമാത്രം ഭരണ പരിഷ്കരണങ്ങൾ മുഹമ്മദ് ബിൻ സൽമാൻ നടത്തിയത് തന്നെ ഈ വിഷൻ 2030 മുന്നിൽ കണ്ടിട്ടാണ്. ഇപ്പൊ സലഫിസവും വഹാബിസവും ലഹരിയായിരുന്ന ഒരു രാജ്യത്തെ വലിയൊരു മാറ്റം കൊണ്ടുവന്നതിന്റെ ഈ ഒരു പ്രധാന ഉദ്ദേശം തന്നെ രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തെ മുന്നിൽ കണ്ടായിരുന്നു. ഈ സൗദി പൂർണ്ണമായും മാറാതെ ഒരു ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സും സഹായിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സൗദിയുടെ സ്വപ്ന പദ്ധതി സ്വപ്നമായി മാത്രം ഇരിക്കും എന്നുള്ള ഒരു നിലയിലേക്ക് വരുമ്പോഴാണ് ഇപ്പോ ചൈന സഹായ ഹസ്തവുമായിട്ട് മുന്നിട്ടിരിക്കുന്നത്. സൗദി ചൈനയോട് സഹായം ചോദിച്ചു എന്നുള്ളതാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ ചൈന ഇൻട്രസ്റ്റ് കാണിച്ചത് കൊണ്ടാകുമല്ലോ സൗദി പോയിരിക്കുന്നത്. ചൈന അടുത്ത കപട നീക്കവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം മുഹമ്മദ് ബിൻ സൽമാൻ ഒരു നല്ലൊരു ഭരണാധികാരിയാണ്. അദ്ദേഹം ചൈനയുടെ വലയിൽ വീഴുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം. ചൈന യാതൊരു ലക്ഷ്യം കാണാതെ ഇതിന് സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു കാരണം എന്ന് വെച്ചാൽ ചൈന ഒരു മുസ്ലിം വിരുദ്ധ രാജ്യമാണ്. ചൈനയിലെ മുസ്ലിം വിരുദ്ധത പല വീഡിയോയിലും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. കൂടാതെ ഈ ശ്രീലങ്കയോടും അതുപോലെ തന്നെ മാലിദ്വീപിനോടും ചൈന ചെയ്തതും ലോകം കണ്ടതാണ്. അങ്ങനെയുള്ള ഈ ചൈനയുടെ സഹായം സൗദി ചോദിച്ചത് തന്നെ ഒരു വിഡ്ഢിത്തരമാണ്. പിന്നെ ഈ സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദിയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട് ഈ നിയോം പ്രൊജക്ട്. അതായത് വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി വരെ കൊടുത്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതെല്ലാം ഈ ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു. ഇതാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിരിക്കുന്നത് അല്ലെങ്കിൽ ഇല്ലാതാകുന്നത്. സൗദിയുടെ നിയമങ്ങളെല്ലാം ഗ്രാജുവലി മാറാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്നോ ഇന്നലെയോ ഉണ്ടായിട്ടുള്ള നിയമരീതികളൊന്നും അല്ലാതെ മതത്തെ അടിച്ചേൽപ്പിച്ചിരുന്ന ഒരു രാജ്യത്തെ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്ന ഒരു രാജ്യത്തെ പെട്ടെന്ന് തന്നെ ഒരു പൂർണ്ണമായി മാറ്റിയെടുക്കുക പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സൗദി പൂർണ്ണമായും ഒരു മാറ്റം ആ രാജ്യത്ത് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ചെയ്യാൻ പാടുകയുള്ളായിരുന്നു. ലോകരാജ്യങ്ങളുടെ വിശ്വാസ്യത നേടുക എന്നുള്ളത് സൗദിയുടെ ഒരു കടമ തന്നെയാണ്. ഇനി ഇവിടെ ചൈനയുടെ സഹായം കിട്ടിയാൽ തന്നെ ചൈന നിയോ പ്രൊജക്റ്റിൽ ചൈനയുടെ ഒരു സ്ഥാനം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് പിന്നീട് സൗദിക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരികയും ചെയ്യും.
ചൈന സഹായിക്കും, സത്യമാണ്. അതിന്റെ 4 ഇരട്ടി തിരിച്ച് പ്രതീക്ഷിച്ചിട്ടായിരിക്കും സഹായിക്കുന്നത്. അല്ലെങ്കിൽ ചൈനയുടെ ഒരു കാൽവെപ്പ് സൗദിയുടെ വിഷൻ 2030 ഉണ്ടാകുമെന്നും ഉള്ള കാര്യം ഉറപ്പാണ്. ഇതൊരു ഹണ്ടിങ് ആണ് ചൈനയുടെ. സൗദി ഇതിൽ പെട്ടുപോയാൽ പിന്നെ ഒരിക്കലും കരകയറാൻ കഴിയില്ല. കൂടാതെ ചൈനയുടെ സഹായം ലഭിച്ചാൽ മറ്റൊരു ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സും സൗദിയെ സഹായിക്കാനും തയ്യാറാവില്ല. ചൈനയുടെ കെണിയിൽ മറ്റൊരു രാജ്യവും കൂടി പെടുന്നതിന് മുൻപ് സൗദി കണ്ണു തുറന്ന് മാറ്റി ചിന്തിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്.